ദാ വേണോട്ടാ. വിഷമിച്ചിരിക്കുകയാണോ? പിന്നെ വിഷമമില്ലാതിരിക്കൂടി. ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നീയും ഞാനും അല്ലേ? വേണോട്ടാ, മോൻ ഒച്ചയെടുത്ത് സംസാരിച്ചതിനൊന്നും വേണോട്ട് വിഷമിക്കണ്ട. അവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതല്ലേ. മറ്റാരെങ്കിലും വേണുവേട്ടനെ എന്തെങ്കിലും പറഞ്ഞ ഞാനങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. പക്ഷെ ഇന്നലെ ഞാനത് വേണ്ടെന്ന് വെച്ചത് മനഃപൂർവ്വ. അവൻ പറഞ്ഞതിലൊന്നും എനിക്ക് വിഷമമില്ലടി. ജീവിതത്തിൽ ആദ്യമായിട്ടാ അവൻ എന്നോട് ദേഷ്യപ്പെടുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മക്കളുടെ ഭാവി ജീവിതത്തിന് ആപത്ത് വരുമെന്ന് തോന്നിയ ചില സ്ഥലങ്ങളിലേക്ക് പോകരുതെന്ന് ഞാൻ വിലക്കി. വേണോട്ടാ, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, അറിയാനൊട്ട് ആഗ്രഹമില്ല. എന്നാലും ഋതുമോളുടെ പ്രശ്നത്തില് എന്തെങ്കിലും വാസ്തവമുണ്ട് വേണോട്ടാ. ഒരു വാസ്തവയില്ലടേ. ആ കൊച്ചി എന്തോ കേട്ട് തെറ്റിദ്ധരിച്ചതാ. എന്നാ പിന്നെ നിങ്ങക്ക് ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്തൂടെ? അതൊന്നും പറഞ്ഞ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. വരട്ടെ, പറഞ്ഞു മനസ്സിലാക്കാം. എന്താണ് നവദമ്പതികൾ ഇങ്ങനെ ഇണപ്രാവുകളെ പോലെ കൊക്കുരുമീരുന്ന് കിന്നാര വർത്തമാനം പറയുന്നത്? വന്നു എന്റെ വായെന്ന് വല്ലതും കേൾക്കാൻ. മനുഷ്യൻ വിഷമിച്ച് പോഞ്ഞിരിക്കുമ്പോഴാ അവരുടെ ഒരു ഊള വർത്താനം. അയ്യോ, നിങ്ങൾ എന്തിനു പുകയുന്നത്? നിങ്ങളുടെ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞില്ലേ? മൂത്ത മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച്, മറ്റൊരു മകളെ ആ രുക്മിണിയുടെ മോന്റെ പെടലിയിൽ വെച്ച്, പിന്നെ ഒരു മോനുള്ളതിന് ആ വർമ്മ സാറിന്റെ മോളുടെ ജീവിതത്തിലേക്ക് നടക്കടിച്ച്. ഞാൻ നിങ്ങളുടെ തലക്കടിക്കും, പറഞ്ഞേക്കാം. അമ്മേ, പല പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. ഇനി ഈ മാതിരി വർത്താനം ഇവിടെ ഇരുന്ന് പറഞ്ഞ ഞങ്ങള് നിങ്ങളെ പോലെയാവും. മുളമുട്ടിയ ചേരയും കടിക്കും. അല്ല, എന്താ ഒരു വഴക്ക്? ഓ, ഇവരുമായിട്ടായിരിക്കും വഴക്ക്. ഇവരുടെ നാക്ക് വലിയ പ്രശ്നം.